മുത്തേ ഞാനൊരു ഫൈറ്റ് കാണിച്ചു തരട്ടെ. എത്ര വലിയ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിങ്ങളെ റീകോൾ ചെയ്യാൻ തുനിഞ്ഞിരുന്ന ടീംമേറ്റ് ഉണ്ടോ നിങ്ങളെ സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ അവനെ മെൻഷൻ ചെയ്യട്ടാ. ആ ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഒരു ക്ലച്ച് കണ്ടോ. ഒരുത്തനെ ബേസ്റ്റ് ഇട്ട് നേരെ റഷ് ചെയ്തേ. ബാക്കി കണ്ടോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ കാണിച്ചു തരാം. ഞങ്ങൾ റീകോൾ ചെയ്തു തരാൻ വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ഫുൾ സ്ക്വാഡും ഉണ്ട്. റീകോൾ തീരാൻ 30 സെക്കൻഡേ ഉള്ളൂ. അവനെ സാക്രിഫൈസ് ചെയ്തിട്ട് ഞങ്ങളെ റീകോൾ ചെയ്ത് തന്നെ. ഇങ്ങനെയൊക്കെ റീകോൾ ചെയ്ത് തന്നിട്ട് അവരെ തീർക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കണ്ടോ എന്താ സംഭവിച്ചതെന്ന്. കുഴപ്പമില്ല, കളി 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 മറ്റേ സ്കോഡിനെ മറ്റേ കണ്ടോട്ടെ. നൈസ് രണ്ട് സ്കോഡിനെ വണ്ടല്ലോ. ലാസ്റ്റ് സ്കോഡോസിനെ വണ്ടല്ലോ വന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട. ഇത് കണ്ടിട്ട് നിങ്ങളെ മനസ്സിലേക്ക് ആദ്യം വന്ന ടീമിനെ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. എൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഡിസേവിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.